दायरे में ही सिमटा हो, उसको देश का विकास नहीं दिखाई देगा, उसे केरलम के युवाओं का सामर्थ्य समझ ही नहीं आएगा। പ്രിയപ്പെട്ടവരെ, വികസിത കേരളം സാധ്യമാകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയിൽ യുവാക്കളുടെ കഴിവ്, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാവുക എന്നതാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യ നൂറ്റാണ്ടുകൾ 25 വർഷം ഇടതു വലതു മുന്നണികൾ കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുകയായിരുന്നു. കോൺഗ്രസിനാകട്ടെ കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ യുവാക്കളുടെ കഴിവിൽ വിശ്വാസം പോലും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഭാരതത്തിലെ യുവാക്കൾക്ക് ഡ്രോൺ നിർമ്മാണത്തിൽ എത്രമാത്രം വൈദഗ്ധ്യമുണ്ടെന്ന കാര്യം പോലും കോൺഗ്രസിന്റെ യുവരാജാവിന് അറിയില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ നിരവധി കമ്പനികൾ ഭാരതത്തിൽ ഉണ്ടെന്ന കാര്യം പോലും ഈ കോൺഗ്രസ് നേതാവിന് അറിയില്ല. കേരളത്തിൽ തന്നെ നിരവധി യുവാക്കൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉപയോഗിച്ച് ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യവും ഇദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെ അവനവന്റെ കൂപമണ്ഡൂകങ്ങളായ ചിലർക്ക് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന പരിവർത്തനം കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് കേരളത്തിലെ യുവാക്കളുടെ കഴിവിനെ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. एनडीए सुहृदगढ़े बीजेपी एनडीए केरलम के टैलेंट के साथ न्याय करके रहेगी। यहां इन्वेस्टमेंट का बेहतर माहौल बनाया जाएगा। करप्शन, रेड टेप, लैंड माफिया, हड़ताल माफिया, ऐसी हर रुकावट को बीजेपी एनडीए सरकार दूर करेगी। हम केरलम को एआई और फ्यूचर टेक्नोलॉजी का बड़ा हब बनाने के लिए मेहनत करेंगे। हम यहां स्किल डेवलपमेंट के इकोसिस्टम को नए सिरे से विकसित करेंगे। സുഹൃത്തുക്കളെ, ബിജെപി എൻഡിഎ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ പ്രതിഭകളായ യുവാക്കളോട് നീതി പുലർത്തുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇവിടെ നിക്ഷേപം വരാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കും. വികസനത്തെ തടസ്സപ്പെടുത്തുന്ന അഴിമതി, ചുവപ്പുനാട, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെല്ലാം എൻഡിഎ സർക്കാർ തുടച്ചു നീക്കും. AI അടക്കമുള്ള ഭാവി സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി ഞങ്ങൾ കേരളത്തെ മാറ്റും. ഈ കേരളത്തിലെ പ്രതിഭകൾ, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കും. एनडीए सुहृदगढ़े फिशरमैन कम्युनिटी का विकास हमारी प्राथमिकता है। बीते 11 वर्षों में भारत फिशरीज के मामले में दुनिया का दूसरा सबसे बड़ा प्रोड्यूसर बना है। केंद्र की बीजेपी सरकार ने फिशरमैन के लिए जो नीतियां बनाई, ये उसी का परिणाम है। हमारी सरकार ने ही फिशरमैन को किसान क्रेडिट कार्ड दिया। इसे केरलम सहित देश भर के 4 लाख से अधिक फिशरमैन साथियों को सस्ता लोन मिल चुका है। बीजेपी की केंद्र सरकार ने फिशरमैन को 5 लाख रुपए तक का इंश्योरेंस कवरेज दिया है। हम ब्लू इकोनॉमी को मजबूत बनाने के लिए कितने गंभीर है, उसका एक बड़ा उदाहरण विजिंजम इंटरनेशनल सी पोर्ट भी है। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉയർച്ച എന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭാരതം മത്സ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ 2ാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു. കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പാക്കിയ പദ്ധതികളുടെ നേട്ടമാണ് ഇത്. കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുമുള്ള ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിട്ടുണ്ട്. ഇതുമൂലം കേരളത്തിൽ ഉൾപ്പെടെ 4 ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കാണ്
കുറഞ്ഞ നിരക്കിൽ വായ്പ കിട്ടിയത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സമുദ്രമേഖലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാമ്പത്തിക രംഗം, അതായത് ബ്ലൂ ഇക്കോണമി ശക്തിപ്പെടുത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം. एनडे सौरगढ़े, मैं एक और विषय पर आज आपसे चर्चा करना चाहता हूं. गल्फ में, वेस्ट एशिया में जो कुछ हो रहा है उससे आप सभी का चिंतित होना बहुत स्वाभाविक है. हमारे लाखों भाई बहन वहां काम करते हैं, लेकिन साथियों आपको याद रखना है, आज देश में बीजेपी एनडीए की सरकार है. जब भी हमारा कोई देशवासी संकट में पड़ा, हमने उसे सुरक्षित बचाने के लिए पूरी ताकत लगा दी. इराक में फंसी नर्सों को बचाने की बात हो या यमन के आतंकवादियों के चंगुल से फादर टॉम को आजाद कराने का काम, आज का भारत अपने नागरिकों को संकट में अकेला नहीं छोड़ता. फादर एलेक्सिस प्रेम कुमार को भी हम अफगानिस्तान से सुरक्षित वापस लाए. आज भी हमारा प्रयास है कि युद्ध के हालत में फंसे भारतीयों को सुरक्षा मिले, हर संभव सुविधा मिले. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കുഴപ്പത്തിൽ അകപ്പെട്ടാൽ, അവർക്ക് ഏതെങ്കിലും ദുരിതകാലം ഉണ്ടായാൽ അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ പൂർണ്ണമായ ശക്തിയും നാം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാഖിൽ അകപ്പെട്ട നേഴ്സുമാരെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും, യമനിൽ തീവ്രവാദിയുടെ പിടിയിൽ നിന്ന് ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഭാരതത്തിന്റെ ഒരു പൗരനെയും അവരുടെ കഷ്ടകാലത്ത് ഉപേക്ഷിക്കുന്ന ഭാരതമല്ല എന്നുള്ളത്. താലിബാൻ ഭീകരരുടെ തടവിലായിരുന്ന ഫാദർ അലക്സിസ് പ്രേംകുമാറിനെ നാം സുരക്ഷിതമായി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം പ്രയത്നിക്കുന്നത് ഈ യുദ്ധകാലത്ത് പശ്ചിമേഷ്യയിൽ ദുരിതമനുഭവിക്കുന്ന ഭാരതീയർക്ക് സാധ്യമായ എല്ലാ സുരക്ഷയും നൽകുക എന്നതാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. मुझे संतोष है कि गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है. मैं उन सभी सरकारों का भी आभारी हूं. वहां हर देश पे जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं. किसी को भी खाना पीना चाहिए, मेडिकल हेल्प चाहिए, रहने के लिए हेल्प चाहिए, कानूनी सहायता चाहिए, ये सब सुनिश्चित किया जा रहा है. लेकिन साथियों, ये बहुत बड़ा दुर्भाग्य है कि कांग्रेस पार्टी इतने बड़े वैश्विक संकट में भी राजनीति ढूंढ रही है. कांग्रेस पार्टी जानबूझकर उकसाने वाले बयान दे रही है, गैर जिम्मेवार बयान दे रही है, ताकि स्थितियां बिगड़ जाएं, हमारे लोग
वहां संकट में फंस जाए और फिर ये लोग मिलकर मोदी को गालियां देने का, रील बनाने का अभियान शुरू कर सके, यही उनका खेल है। പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കാരുടെ പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗൾഫിലെ നമ്മളുടെ സുഹൃത്ത് രാജ്യങ്ങളും അതീവ ശ്രദ്ധ പുലർത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുമുണ്ട്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് നയതന്ത്ര ഓഫീസുകളും എംബസികളുമുണ്ട്. അവർ 24 മണിക്കൂറും ഇന്ത്യക്കാരുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടെയുള്ള ആർക്കെങ്കിലും ഭക്ഷണമോ കുടിവെള്ളമോ വൈദ്യസഹായമോ താമസ സൗകര്യമോ എന്തിന് നിയമസഹായമോ വേണമെങ്കിൽ പോലും അത് ഉറപ്പായും കിട്ടും. അതിനുള്ള വ്യവസ്ഥ നാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത് ഈ വിഷമസന്ധിയിലും കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയം തിരയുകയാണ്, രാഷ്ട്രീയം കളിക്കുകയാണ് എന്നത് വലിയ ദൗർഭാഗ്യമാണ്. അവർ മനഃപൂർവ്വമായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയാണ്. സ്ഥിതിഗതികൾ വഷളാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. നമ്മുടെ സഹോദരങ്ങൾ പ്രയാസത്തിലകപ്പെട്ടാലും അവർക്ക് ദുരിതമുണ്ടായാലും നരേന്ദ്രമോദിയെ വിമർശിക്കാനുള്ള അവസരം കിട്ടുമോ, മോദിയെ വിമർശിച്ച് റീൽസ് ചെയ്യാനുള്ള അവസരമുണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. അതാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. एनडीए सौहृदगढ़े गल्फ में चल रहे युद्ध में हमें आत्मनिर्भरता का महत्व भी फिर से समझाया है। एनर्जी हो या फिर अन्य सेक्टर, भारत हर क्षेत्र में आत्मनिर्भर बनने का प्रयास कर रहा है। आत्मनिर्भर होना कितना जरूरी है, ये हमने कोरोना के दौर में देखा है, यूक्रेन संकट के दौरान देखा है और वर्तमान संकट ने एक बार फिर इसे सिद्ध किया है कि आत्मनिर्भर होना कितना जरूरी है। പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം നമ്മുടെ സ്വയം പര്യാപ്തതയുടെ മഹത്വം ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഊർജ്ജ മേഖലയാകട്ടെ മറ്റ് ഏത് മേഖലകളുമാകട്ടെ ഭാരതം സ്വയം പര്യാപ്തരാകാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വയം പര്യാപ്തരാവുക എന്നത് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കിയത് കൊറോണയുടെ കാലഘട്ടത്തിലാണ്. ഉക്രൈൻ റഷ്യ യുദ്ധകാലത്തും നാം അത് കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രതിസന്ധിയിലും നാം സ്വയം പര്യാപ്തർ ആകേണ്ടതിന്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. एनडीए सौहृदगढ़े एनर्जी सेक्टर में हमारी निर्भरता दूसरे देशों पर कम से कम हो, इसके लिए बीते सालों से लगातार कदम उठाए गए। भारत ने अपनी सोलर पावर कैपेसिटी बढ़ाई है। अभी कुछ देर पहले केरलम में भी एक सोलर प्रोजेक्ट का काम शुरू किया गया है। पेट्रोल डीजल पर निर्भरता कम हो, इसके लिए बहुत बड़े पैमाने पर इलेक्ट्रिक बसों और अन्य इलेक्ट्रिक गाड़ियों पर बल दिया जा रहा है। रेलवे का 100% इलेक्ट्रिफिकेशन किया जा रहा है। പ്രിയപ്പെട്ടവരെ, ഊർജ്ജ മേഖലയിൽ നാം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തുലോം കുറവാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ നിരന്തരമായ നടപടികൾ കഴിഞ്ഞ കുറെ കാലമായി സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇത്. നാം നമ്മുടെ സൗരോർജ്ജ ശേഷി ഇന്ന് പല മടങ്ങ് കൂട്ടിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കേരളത്തിലും ഒരു സൗരോർജ്ജ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പെട്രോൾ ഡീസൽ മേഖലയിൽ നമ്മുടെ സ്വയം പര്യാപ്തത അല്പം കുറവാണെങ്കിലും നാം ഇന്ന് ഇലക്ട്രിക് ബസ്സുകളും മറ്റു വാഹനങ്ങളും വലിയ തോതിൽ നിരത്തിലിറക്കി അതിനെ മറികടക്കുകയാണ്. നാം ഇലക്ട്രിക് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ന് രാജ്യത്തെ 100% റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. एनडीए सौहृदगढ़े